ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി കാര്യങ്ങളൊക്കെ വിനയൻ്റെ ആകെ കൈവിട്ട് പോവാണ് കേട്ടോ. വിനയൻ ക്രൂരനാണെന്ന് ലതിക മനസ്സിലാക്കുന്ന ആ എപ്പിസോഡാണ് കേട്ടോ ഇന്ന് എത്തിയിരിക്കുന്നത്. അങ്ങനെ തിരികെ വീട്ടിലെത്താണ് വിനയനും ലതികയും ലംബോദരനും വീട്ടിലെത്തുമ്പോൾ അവിടെ സീമ ഓടി വരികയാണ് കേട്ടോ. അതെ, നിങ്ങൾ വന്നോ, നിങ്ങൾ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ എന്ന് ചോദിക്കുമ്പോൾ, എന്താ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ, ഒരു പ്രശ്നമുണ്ട് എൻ്റെ ലതിക ചേച്ചി, എന്താ എന്ന് ചോദിക്കുമ്പോൾ, ആ കുഞ്ഞുങ്ങളില്ലേ, ആ കുഞ്ഞുങ്ങൾ ഞാനിവിടെ വന്നത് മുതൽ അവർ തളർന്നു ഉറങ്ങുന്നത് പോലെ, എന്തോ ഒരു പ്രശ്നം അവരിലുള്ളതുപോലെ. അത് കേട്ട വിനയനൊന്ന് പതറൂട്ടോ, എങ്കിലും കൂടി പിടിച്ചു നിൽക്കും. കാരണം പിടിച്ചു നിൽക്കണമല്ലോ, വിനയൻ്റെ സ്വഭാവം അതാണല്ലോ. അങ്ങനെ വിനയൻ അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഉടൻ തന്നെ സിമയോട് ചോദിക്കുകയാണ്, എന്താ നിനക്ക് തോന്നി? എനിക്കറിയില്ല, കുഞ്ഞുങ്ങളുടെ കിടത്തം കാണുമ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു പേടി പോലെ തോന്നുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു പേടി. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ആ കുഞ്ഞുങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയട്ടോ. അവരെ പെട്ടെന്ന് ഡോക്ടറെ കൊണ്ടേ കാണിക്കുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വാ നമുക്ക് ഡോക്ടറെ കാണിക്കാം എന്നൊക്കെ വിനയനോട് ആവശ്യപ്പെടുമ്പോൾ വിനയൻ പറയും, ഇല്ല, കൊണ്ടുപോയി കാണിക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്തിനു വെറുതെ അവർ ഡോക്ടറെ കാണിക്കണം, അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ പറഞ്ഞ് വിനയൻ കയറുമ്പോൾ ഉടൻ തന്നെ പറയാണ്, ഉണ്ട്, ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ട്, വാ പോവാമെന്ന് പറയുമ്പോൾ വിനയം പറയണേ, എനിക്കൊന്ന് വിശ്രമിക്കണം, ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് വിനയൻ റൂമിലോട്ട് പോയിട്ടോ. എന്നാൽ ലതികയും ലംബോദരനും ഓടിച്ചെല്ലാണ് കുഞ്ഞുങ്ങളെ കാണാൻ. അവരാണെങ്കിൽ ആകെ തളർന്നു ഉറങ്ങുന്നു. ഇത് കാണുന്നതിനോടുകൂടി വിനയനാണെങ്കിലോ ഒരു നോട്ടം പോലും നോക്കാതെ വിനയം പോയിരിക്കുന്നു. ലതികയ്ക്കും ലംബോദരനും യാതൊരുവിധ സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ സീമ പറയണേ, ഈ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കിക്കോളൂ, ഇവർക്ക് കാര്യമായി എന്തോ പ്രശ്നമുണ്ട്. വിനയം പറയുന്നത് പോലെയൊന്നല്ല. അപ്പോൾ വിനയം പറയുന്നുണ്ട് കേട്ടോ, അവരവരുടെ അച്ഛൻ്റെ വീട്ടിലോട്ട് എത്തിയപ്പോൾ സമാധാനത്തോടു കൂടി ഉറങ്ങിയതാണ്, നിങ്ങൾ ഇത്ര വിഷയമാക്കേണ്ടത്, ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങാത്തതിനാണ് നിങ്ങൾക്ക് കുഴപ്പം എന്നൊക്കെ വിനയം പറഞ്ഞെങ്കിലും അതിലൊന്നും സീമയ്ക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഇതേസമയം സീമയോട് പറയണേ, നീ മക്കൾക്ക് പാലെടുത്തിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ലതികയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. സീമയെ പറഞ്ഞു വിടുകയാണ്. ഈ സമയം ഏട്ടനോട് ഞാനൊരു കാര്യം പറയട്ടെ, കാര്യമായ എന്തോ പ്രശ്നം കുഞ്ഞുങ്ങൾക്കുണ്ട്, എനിക്ക് വിനയിലൊരു സംശയമുണ്ട്. അത് കേട്ട ഉടൻ തന്നെ എന്താ നീ അങ്ങനെ പറയാം, വിനയ് എന്തെങ്കിലും ക്രൂര പ്രവൃത്തി ചെയ്തോ? യെസ്, ചെയ്തിരിക്കുന്നു, അവൻ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അന്ന് അവൻ മക്കളെ ഉറക്കിയില്ലേ, അന്ന് ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത അത്ര സന്തോഷമാണ് എന്നിലേക്ക് വന്നത്. കാരണം അവനുടെ അച്ഛൻ്റെ തണൽ അവർക്ക് കിട്ടിയപ്പോൾ, ആ പാവം കുഞ്ഞുങ്ങൾ ആ സ്നേഹം കിട്ടിയപ്പോൾ അവർ ഉറങ്ങി എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല എൻ്റെ ഏട്ടാ. പിന്നെ എങ്ങനെയാണ് നീ ഉദ്ദേശിക്കുന്നത് ഏട്ടാ? ചില പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? എന്താണെങ്കിലും നീ പറ എന്നങ്ങ് പറഞ്ഞ ഉടനെ പറയണേ, ഏട്ടാ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ വിനയൻ അന്ന് ഞാൻ ഈ റൂമിൽ വന്നപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ബോട്ടിലിനടിയിൽ ഒരു കടലാസ് ചുരുട്ടിക്കുട്ടി വെച്ചിരിക്കുന്നതും അതെടുത്ത് മണത്ത് നോക്കിയപ്പോൾ ഒരു മരുന്നിൻ്റെ സ്മെല്ല് പോലെ, അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പറയണത് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ലതിക അത് തുണിയുടെ അടിയിൽ വെച്ചിരിക്കുന്നത് പെട്ടെന്ന് എടുത്ത് കൊടുക്കണം കേട്ടോ. ഈ സമയം ഇത് എടുത്തു കൊടുക്കുമ്പോൾ ഉടൻ തന്നെ, ഈശ്വര ഇത് എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്, ഇതൊരു മരുന്നിൻ്റെ മണമാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ലതിക, ഇത് കൈവിട്ട കളിയാണ് വിനയം കളിക്കുന്നത്. ഈ പാവം മക്കളോട് അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. പാവം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വരൻ പോലും കൈവിടില്ല, അവനെ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് ചോദ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, വേണ്ട പ്രശ്നങ്ങളാവും, വേണ്ട നീ വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ. അങ്ങനെ വിനയ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ വിനയനാണെങ്കിൽ യാതൊരു കൂസും ഇല്ലാതെ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ എന്തിനാണ് നീ ഡ്രസ്സ് മാറി, കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നിന്നോട് പറഞ്ഞതല്ലേ? വേണ്ട, കുഞ്ഞുങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും? അവർ ഉറങ്ങുന്നതിനാണ് നിങ്ങൾക്ക് പ്രശ്നം. അവരുടെ അച്ഛൻ്റെ വീട്ടിലോട്ട് വന്ന സ്വസ്ഥതയും സമാധാനം കൂടി അവർക്ക് ഉറങ്ങാൻ പറ്റി, അതിപ്പോൾ ഇത്ര പ്രശ്നമാണോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ, എടാ നീ കുഞ്ഞുങ്ങൾക്ക് എന്താടാ കൊടുത്തത്, മര്യാദക്ക് പറഞ്ഞോ, നീ അവർക്ക് എന്തെങ്കിലും കലക്കി കൊടുത്തോ എന്ന് പറയുമ്പോൾ വിനയനാകെ പതറിയിട്ടോ. എന്നിട്ട് വിനയൻ്റെ നേർക്കങ്ങ് ശബ്ദം എടുക്കുമ്പോൾ, നിങ്ങളങ്ങനെ ശബ്ദം ഉയർത്തൊന്നും വേണ്ട, അതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ല, മര്യാദക്ക് പറഞ്ഞൂടാ എന്ന് ലതിക പറയണം. മര്യാദക്ക് പറയടാ, നീ എന്താടാ കലക്കി കൊടുത്തത്, ഇനിയെങ്കിലും നീ കള്ളം പറയരുതടാ, മര്യാദക്ക് പറയടാ എന്ന് പറഞ്ഞ് വീണ്ടും ശബ്ദം ഉയർത്തുമ്പോൾ ഉടനെ പറയണം, ഞാൻ കലക്കി കൊടുത്തു. എന്ത് കലക്കി കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങ് ഒച്ച എടുക്കണം കേട്ടോ. ഈ സമയം വിനയം പറയണേ, അത് പിന്നെ ഞാനൊരു ഉറക്ക ഉളകി കലക്കി കൊടുത്താണ്. അത് കേട്ടിട്ട് സീമ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. സീമക്ക് ഇത് സഹിക്കില്ല. എടാ നീ ഇത്ര ക്രൂരമായടാ, ആ പൈത മക്കൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല, എന്താണ് നീ ചെയ്തത്? ആ പാവം പിഞ്ചു മക്കൾക്ക് നീ ഇങ്ങനെ ചെയ്ത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് ലംബോദരൻ അങ്ങ് കൈയെടുക്കുമ്പോൾ, അതും ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഞാനിങ്ങനെ കുടിക്കുന്ന ഗുളികയില്ല, ആ ഗുളികയൊക്കെ കുടിച്ചെന്ന് വെച്ച് ആ കുട്ടികൾക്ക് യാതൊരു കുഴപ്പം വരത്തില്ല, അവർ സുഖമായി കിടന്നുറങ്ങും, കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ക്ഷീണമൊക്കെ വിടുമെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. പിന്നെ ഇത് മനുഷ്യന് കരച്ചിൽ സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തതെന്ന് പറയുമ്പോൾ, ലതികെ നിൻ്റെ മകൻ എന്താ ഭ്രാന്താണോ അതോ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലതികെ നിൻ്റെ മകനെ എന്തെങ്കിലും
എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു എന്നങ്ങ് പറയാണ് കേട്ടോ. ആ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കറിയില്ല ഏട്ടാ, ഇവൻ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്, ആ പാവം മക്കളോട് ഇവൻ എന്തൊക്കെയാണ് കാട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിലോ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ സീമക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ. സീമ പറയണേ, എനിക്ക് ഈ ക്രൂരമായ മനസ്സൊന്നും കണ്ടു നിൽക്കാൻ കഴിയില്ല, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് സീമ അവിടെ നിന്ന് പോകുമ്പോൾ വിനയം പിന്നാലെ ഓടി ചെല്ലണം കേട്ടോ. വിനയം പറയണേ, സീമ ചേച്ചി ഇത് പുറത്ത് ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ആ സമയം സീമക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. സീമ അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയം തന്നെ രഘുവും അതുപോലെ തന്നെ ഈ പറയുന്ന ദാസും കൂടി കയറി വരണം. ഇവരെ കാണുന്നവരെല്ലാവരും ഭയന്ന് പോവാണ് കേട്ടോ. ഇവരാണ് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഇതേ സമയം എന്നെ ഈ വീട്ടിലിട്ട് തല്ലാൻ വേണ്ടി വന്നതാണോ, എന്തെങ്കിലും പ്രശ്നം എന്തെന്ന് ചോദിക്കുമ്പോൾ നിന്നെ തല്ലുകയല്ല വേണ്ടത്, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഓലപ്പാപ്പ് കാണിച്ച് എന്നെ പേടിപ്പെടുത്തണ്ട എന്ന് വിനയം പറയണത് എൻ്റെ വീടാണ്. അത് കേട്ടോണ്ടെന്ന് തിരിച്ച് ഞാൻ നിന്നോട് അങ്ങ് പറഞ്ഞാലോ എന്ന് രഘു പറയണേ. നീ ഓലപ്പാമ്പ് മേടിച്ച് പെടുത്തണ്ട രഘു, നീ മിണ്ടാതിരിക്കുക, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ദാസ് സംസാരിക്കണം. എടാ വിനയ ഇന്ന് നീ ചെയ്തത് എത്ര ക്രൂരമായ പ്രവൃത്തിയാണെന്ന് നിനക്കറിയോ? നീ മനഃപൂർവ്വം സുഷീലയെ കൊണ്ടുവന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങിയതല്ല. അത് കേട്ടോടനെ ഞാൻ ആരെയും കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങിയതല്ല. നിങ്ങളോട് ഞാൻ 2 ലക്ഷം രൂപ ചോദിച്ചു, അതുപോലെ വേറുള്ളവരോട് ഞാൻ 2 ലക്ഷം രൂപ ചോദിച്ചു, ആരും എനിക്ക് പൈസ തന്നില്ല. എന്നെ സഹായിച്ചത് സുശീല ആൻറ്റിയാണ്. ആ സമയം സുശീല ആൻറ്റി അങ്ങനെ സഹായിച്ചത് കൊണ്ട് തന്നെ എനിക്ക് സുശീല ആൻറ്റിയെ ആ വീട്ടിലോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നി. അതിലെന്താ എത്ര തെറ്റെന്ന് ചോദിക്കാനായിട്ടോ. ഈ സമയം ഇത് തന്നെയാണോടാ? അതെ, ഇത് തന്നെയാണ്. അവരെ കൊണ്ടുപോയി, പക്ഷെ അവരിങ്ങനെയൊക്കെ ചെയ്തു കൂട്ടെന്ന് അറിയില്ല. നിങ്ങൾ ഞെട്ടിയതുപോലെ ഞാനും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം വിനയൻ നീ പറയുന്ന വാക്കുകൾ ഞങ്ങളങ്ങ് വിശ്വസിച്ചു. എന്നാൽ വിനയൻ ഇനി ഇന്ദ്രനെ സമാധാനിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അത് നിനക്കുണ്ടെന്ന് പറയട്ടോ. അങ്ങനെ ഇന്ദ്രനെ സമാധാനിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എന്ന് വിനയൻ മനസ്സുകൊണ്ട് പറയുമ്പോൾ ഇവരവിടെ നിന്നാൽ ശരി, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം നിന്നിൽ തോന്നിക്കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾ പിടഞ്ഞ് കരഞ്ഞു കേട്ടോ. ആ ശബ്ദം കേൾക്കുമ്പോൾ രഘു പറയണം, ആ മക്കളെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവരകത്തോട്ട് കയറുമ്പോൾ ഈശ്വര പെട്ടല്ലോ എന്ന് വിനയൻ പറയണം. അങ്ങനെ മക്കളുടെ അരികിലോട്ട് വിനയൻ തന്നെ കൊണ്ടുപോവാണ്. ഇതേസമയം ലതികയും എമ്പോ തന്നെ നെഞ്ചിടിപ്പോട് കൂടി നോക്കി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വിനയൻ കഥക് തുറക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ രഘുനോട് പറയണം, ഉണത്തണ്ട, അവരിപ്പോൾ ഉറങ്ങിയതുള്ളൂ, അവർ ഉറങ്ങിക്കോട്ടെ, കഴിയുന്ന ഉറങ്ങുന്നതാണ് മക്കൾക്ക് നല്ലത്, മക്കൾ അച്ഛൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉറങ്ങുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ദാസ് ഉടൻ തന്നെ ഉറങ്ങിക്കോട്ടെ രഘു, അത് ശരിയാണ്, അല്ല ഇവരിപ്പോൾ കരഞ്ഞ ശബ്ദം കേട്ടല്ലോ, പിന്നെ ഇപ്പം എന്താ ഉറങ്ങുന്നത്, അത് ഉറങ്ങിക്കോട്ടെ, അത് കുഴപ്പമില്ല എന്നൊക്കെ വിനയൻ പറയുമ്പോഴേക്കും ലതിക പാലുമായി എത്തുക കേട്ടോ. ഇതേ സമയം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുക. അപ്പോൾ രഘു പറയും, ഞാനും കൂടാം, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുക, അതാ നല്ലതെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ വിനയ അമ്മക്ക് എന്തിൻ്റെ കേടാ, അവർ ഉറങ്ങിക്കോട്ടെ, ഉറക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പാല് കൊടുക്കാമല്ലോ, ഉറക്കം അത്രയും നല്ലതല്ലേ എന്ന് പറയുമ്പോൾ ദാസ് പറയുന്നത് ശരിയാണോ, അവർ ഉറങ്ങിക്കോട്ടെ രഘു, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ വിനയ നെഞ്ചത്ത് കൈവെക്കുകയാണ് കേട്ടോ. ഈശ്വര രക്ഷപ്പെട്ടു, പിടിക്കപ്പെട്ടില്ലല്ലോ എന്ന ആ ഒരു സന്തോഷത്തോടു കൂടി വിനയം നിൽക്കുന്നു. പിന്നീട് ഇവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഈ സമയം സോനയാണ് കാണിക്കുന്നത്. സോന പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോന തൻ്റെ അമ്മ ചെയ്ത ക്രൂര മനസ്സിനെ കുറിച്ച് ആലോചിച്ച് കരയാണ്. എന്നാലും എൻ്റെ പ്രതിഭ, എൻ്റെ അമ്മ ഇങ്ങനെ ഒരു ദുഷ്ടത്തിയാണെന്ന് അറിഞ്ഞില്ല, ആ സ്ത്രീ എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാനുമ വന്നിട്ട് പറയണം, മോളെ നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ, നീയും കൂടി കരഞ്ഞാൽ ഇന്ദ്രൻ തളരും, ഇന്ദ്രനും സമാധാനിപ്പിക്കേണ്ട, സത്യനായ നീയും അതുപോലെ തന്നെ ഈ പറയുന്ന സോനയാണെന്ന് പറയാം. അപ്പോൾ സോന പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെ സമാധാനിപ്പിക്കാൻ കഴിയും, ഞങ്ങളുടെ മുന്നിൽ വെച്ച് അമ്മ ഇത് പറയായിരുന്നെങ്കിൽ ആ സ്ത്രീ ഞങ്ങളുടെ അമ്മയല്ല എന്ന് ഞങ്ങൾ പറയും, അത്രയ്ക്ക് വെറുപ്പാണ് ഇതെല്ലാവർക്കും മുന്നിൽ. എൻ്റെ ഇന്ദ്രേട്ടനെ അപമാനിക്കുകയല്ലേ ചെയ്തത്, എന്തിനാണ് ഇന്ദ്രേട്ടനെ അപമാനിച്ചത്, എടി സോനയാ നിൻ്റെ അമ്മയുടെ സ്വഭാവം അറിയില്ല, അവളുടെ നേട്ടത്തിന് വേണ്ടി അവൾ എന്ത് ചെയ്തു കൂട്ടും, അത് കേട്ടോടനെ എന്ത് നേട്ടത്തിനാണെങ്കിലും ഇതങ്ങനെ വിട്ടുകളയാൻ ശരിയല്ല, കാരണം അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങളും അമ്മയുടെ മക്കൾ എന്നല്ല എന്ന തീരുമാനം എന്നൊക്കെ പറഞ്ഞ് സോനക്ക് അറിയാനായിട്ടോ. അതേസമയം നീ സത്യനെയും ശ്യാമിനെയും വിവരം അറിയിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്, എന്തായാലും ഇപ്പോൾ അവരിങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയാനായിട്ടോ. എന്നാൽ ഈ സമയം പ്രതിഭയോട് വനമ പറയണേ, നീ ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ എടുക്കടി എന്ന് പറയണേ. ആ സമയം ശരി ഞാൻ കുടിക്കാൻ എടുക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഭാനുമ്മ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, നീ ഇപ്പോൾ ചായ എടുത്താൽ മതിയെന്ന്. അപ്പോഴേക്കും അനുപമയും പറയും ശരിയെന്നും പറഞ്ഞ് പോവാണ്. അങ്ങനെ ഭാനുമ്മ നമുക്ക് ഇന്ദ്രേട്ടൻ്റെ അരികിലോട്ട് പോകാം. ഇന്ദ്രനാണെങ്കിലും ഒരുമാതിരി ആകെ തളർന്നിരിക്കുന്ന സമയത്ത് ഇവരങ്ങോട്ടേക്ക് ചെല്ലാം. മോനെ ഇന്ദ്രൻ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, സുശീലയുടെ സ്വഭാവം നിനക്കറിയില്ലേ, അവൾ അങ്ങനെയാണല്ലോ, അവളുടെ നേട്ടത്തിന് വേണ്ടി വിജയത്തിന് വേണ്ടി അവൾ ഏതറ്റം വരെ പോകുന്നത് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാ നീ ഇതൊരു വിഷയമാക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്നാലും എൻ്റെ അമ്മയുടെ മകനല്ല എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കുന്നില്ല ഭാനുമേ, അമ്മയ്ക്ക്
അമ്മയ്ക്ക് വേണമെങ്കിൽ ഞാൻ മരിച്ചു എന്നോ അല്ലെങ്കിൽ എന്നെ കൊന്നു എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞൂടെ. ഇതിപ്പോൾ അമ്മയുടെ മകനല്ലെന്ന് പറയുമ്പോൾ മനമേ ഞാനില്ല അമ്മയുടെ മുഖച്ചായമുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ അമ്മ പറഞ്ഞിരുന്നു. എന്നിട്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ്, എടാ മോനെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നിൻ്റെ അമ്മ എന്ന് വെച്ചാൽ നിൻ്റെ അമ്മ വിജയത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ അവളെ കണ്ടത് മുതൽ എനിക്ക് അവളെ അറിയുന്ന കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ പറയുകയാണ്, അവളെ കണ്ടത് എന്നെ സത്യനെ ഗർഭിണിയാവുമ്പോഴല്ല, അതിന് മുന്നേ ഞാൻ പ്രസവിക്കുമ്പോൾ വാനുമ്മ എൻ്റെ അമ്മയുടെ അരികത്തുണ്ടാവില്ലല്ലോ, അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് കാര്യം തന്നെയായിരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ, എടാ നിൻ്റെ അമ്മയെ കാണുന്ന സമയത്ത് നിൻ്റെ അമ്മ വേറൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത്രയും സങ്കടമുണ്ടായിരുന്നു. വേറൊരു കുഞ്ഞിന് ജന്മം നൽകി അവർക്ക് സ്നേഹം കൊടുക്കുമോ എന്ന പേടിയൊക്കെ നിൻ്റെ അമ്മയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയട്ടോ. ആ സമയം സത്യനും ക്ഷാമം പാഞ്ഞു വരുന്നുണ്ട്. അപ്പോഴേക്കും സോന ഇറങ്ങി വരികയാണ്. സോന ഓടി വന്നിട്ട് സത്യേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രേട്ടൻ, എനിക്ക് ഇന്ദ്രേട്ടനല്ല കാണേണ്ടത്, എനിക്ക് ആ സ്ത്രീയാണ് കാണേണ്ടത് എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രനാകെ പകച്ചു പോവുകയാണ്. എനിക്ക് ആ സ്ത്രീയാണ് കാണേണ്ടത്, വല്ലതും വിളിച്ച് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉറഞ്ഞു തുള്ളാണ്. ഈ സമയമാണെങ്കിലും ഇന്ദ്രനോട് പറയുന്നുണ്ട്, കാരണം സുശീലക്ക് നിന്നെ നേരിടാൻ മടിച്ചിട്ടാണല്ലോ സുശീല നിൻ്റെ മുന്നിൽ വരാഞ്ഞത്, കാരണം അവൾക്ക് അപ്പോഴത്തെ സമയത്ത് അങ്ങനെ പറയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് നിന്നെ തോൽപ്പിക്കുകയാണ് അവൾ ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും സുശീല വരുത്തി തീർക്കും, നീ എൻ്റെ മകനാണ് എന്ന്. കാരണം എല്ലാവരും കൈവിട്ട് കളയുന്ന സുശീലക്ക് അറിയാലോ. പക്ഷേ സത്യങ്ങൾ വെളിപ്പെടുത്താൻ ഇനി കുഞ്ഞമ്മ മുന്നിലോട്ട് വരുന്ന ആ ഒരു രംഗമാണ് കേട്ടോ.